എന്തായാലും ഇത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. 1400 1500 വർഷമായിട്ട് ഈ സാധനം 1/2 സെൻറ്റിമീറ്റർ വളർന്നു എന്ന് പറയുമ്പോൾ ആ ഒരു 1/2 സെൻറ്റിമീറ്ററുടെ വളർച്ച നിർണയിച്ച ഈ കാലയളവിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതല്ലെങ്കിൽ ഈ ഒരു വളർച്ച കണ്ട് നിരീക്ഷിച്ച ആ ഒരു സമയത്തെ ഉണ്ടല്ലോ, നമുക്ക് എത്ര അവരെ ആദരിച്ചാലും ബഹുമാനിച്ചാലും മതി വരില്ല. 1500 വർഷങ്ങൾ കൊണ്ട് ഇത് 1/2 സെൻറ്റിമീറ്ററോളം വളർന്നു എന്ന് പറയുമ്പോൾ ആ 1/2 സെൻറ്റിമീറ്റർ വളരാനെടുത്ത ആ ഒരു ടൈം അത്ഭുതം. ഞാൻ പറയുമ്പോൾ നമ്മുടെ പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരൊക്കെ എന്തിനാണ് സാധാരണക്കാരൻ്റെ നികുതിപ്പണം ശമ്പളമായി വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നാണ്. നമ്മളിതിനെ കുറച്ചൊരു വലിയ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് കേശമെന്നും കാർക്കൂന്തലെന്നൊക്കെ പറയാം. ഒരു ശരാശരി ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് മുടി എന്നും പറയും. നമ്മൾ അത്രയേ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതിന് തമിഴ്നാട്ടുകാർ പറയുന്നത് എന്താണെന്നോ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഒന്ന് മുടി വെട്ടണമെന്ന് തോന്നിയപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ കയറി. എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു, ഒന്ന് വെട്ടണം എന്ന് പറഞ്ഞു. കയറിയിരിക്കൂ എന്നേ പറഞ്ഞുള്ളൂ. സത്യത്തിൽ ഞാൻ അതിനുശേഷം ഒരാൾ വന്നപ്പോഴും അയാളും എന്താണ് പറയുന്നത് എന്ന് സൂക്ഷിച്ച് ഞാൻ ശ്രദ്ധിച്ച് നിന്നിട്ടും അദ്ദേഹം എന്താണ് അതിന് പേര് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ സാധനം ഇങ്ങനെ വളരുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ പിന്നിടുമ്പോൾ ഈ ഭൂമിയെല്ലാം നിറയും. കാരണം മരണപ്പെട്ട അനേകം പേര് അവരുടെയൊക്കെ ഈ വേസ്റ്റ് ഈ ഭൂമിക്കടിയിൽ കിടക്കുന്നുണ്ട്. ഇനി ജീവൻ പോവാൻ തയ്യാറായവരുമുണ്ട്. ഒരുപക്ഷെ സൂര്യന് 5000 വർഷമേ ഉള്ളൂ എന്ന് ചരിത്രം പറയുന്നുണ്ട്, ശാസ്ത്രം പറയുന്നുണ്ട്. 5000 കോടി വർഷമേ ഉള്ളൂ എന്ന്, 500 കോടി വർഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതങ്ങ് വളർന്നു പെരുകി ഈ നവലോകങ്ങളെയും കീഴടക്കി അങ്ങ് സൂര്യനിലേക്ക് ഒരു പക്ഷേ ചെല്ലുകയായിരിക്കാം. അതായിരിക്കാം വെള്ളക്കുള്ളൻ ആയിട്ട് സൂര്യൻ അങ്ങ് ഇല്ലാതെയാകും, എരിഞ്ഞു തീരും എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനൊരു വിശദീകരണം അനിവാര്യമാണ്. ഇത് മാത്രമേ ഇങ്ങനെ വളരുന്നുള്ളൂ, അതെയോ മനുഷ്യൻ്റെ മറ്റ് അസ്ഥി തുടങ്ങിയവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ വളരുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടും. എല്ലാം ഒരു രസമായിട്ട് എടുത്താൽ മതി. ഓക്കെ.